Dear students, welcome back. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം മൈക്രോപ്രൊസസ്സറിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസിനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി 3 ഫങ്ഷൻസാണ് നമ്മൾ പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് ഫങ്ഷൻസിനെ 3 ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മൈക്രോപ്രൊസസ്സർ ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ് ആയിരുന്നു. ദെൻ സെക്കൻഡ് ഇന്റേണൽ ഓപ്പറേഷൻസ്. നമ്മൾ ഓൾറെഡി ഈ 2 ഓപ്പറേഷൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ പെരിഫറൽ ഓർ എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ external devices can initiate the operations for which individual pins on the microprocessor chips are assigned. അതായത് external devices എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫറൽസ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് can initiate the following operations. അപ്പം നമുക്കൊരു എക്സ്റ്റേണൽ മൈക്രോപ്രൊസസ്സറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഡിവൈസസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്, ഓപ്പറേഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഡിവൈസസ് can initiate the following operations. That is, first one reset, second interrupt, third ready, and fourth the hold operations. These operations are initiated by the external devices connected to microprocessor. Okay, the first one, reset operation. Reset operation, when the reset pin is activated by an external key, all internal operations are suspended and the program counter is cleared to hold 000H. Now the program execution can again begin at the 0 memory address. നോക്കുക, മൈക്രോപ്രൊസസ്സറിലുള്ള ഒരു പിന്നാണ് റീസെറ്റ് പിൻ. When the reset pin is activated by an external key, ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ കീ ഉപയോഗിച്ച് റീസെറ്റ് പിൻസ് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ചെയ്യുന്നത് റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ദെൻ വീണ്ടും അത് ഒന്നുകൂടി ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു മൈക്രോ പ്രോസസ്സറിനകത്ത് ഒരു പ്രോസസ്സർ ചെയ്യുമ്പോൾ അതിൽ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യാൻ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിനകത്തേക്ക് അത് ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ റീസെറ്റ് എന്നുള്ള കീ അല്ലെങ്കിൽ റീസെറ്റ് പിൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടർ റീസെറ്റ് ചെയ്യും. അതായത് ആ ഒരു ചെയ്തിരിക്കുന്ന പ്രോസസ്സ് ഇനീഷ്യലി അത് ഫസ്റ്റ് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ ക്ലിയർ ചെയ്തിട്ട് അത് ഏറ്റവും ആദ്യത്തെ, അതായത് 00H എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സ്, ഇനീഷ്യലി അതിനകത്ത് വാല്യൂസ് ഒന്നുമില്ല, ആ ഒരു ഇതില്ല അഡ്രസ് പൊസിഷനിലേക്ക് അത് റീസെറ്റ് ചെയ്യും. Now the program execution can again begin at the 0 memory address. The 0th memory അഡ്രസ്സിനകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ റീസെറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, when the reset pin is activated by an external key, also called a reset key, all internal operations are suspended and the program counter is cleared. Now the program execution can again begin at the 0 memory address. Okay, the next one, interrupt. An interrupt is a subroutine call initiated by an external hardware. അതായത് ഒരു എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഉപയോഗിച്ച് ഇനീഷ്യലൈസ് ചെയ്യുന്ന ഒരു സബ്റൂട്ടൈൻ കോളാണ് എന്ത്? ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ പ്രോസസ് വെർ ആൻ എക്സ്റ്റേണൽ ഡിവൈസ് ക്യാൻ ഗെറ്റ് ദ അറ്റൻഷൻ ഓഫ് ദ മൈക്രോ പ്രോസസ്സർ. ദ പ്രോസസ് സ്റ്റാർട്ട്സ് ഫ്രം IO devices. An interrupt is considered to be an emergency signal that may be serviced.
ഇപ്പോൾ ഒരു ഹാർഡ്വെയർ, അതായത് എക്സ്റ്റേണൽ ഹാർഡ്വെയർ പെരിഫറൽസിന് മൈക്രോ പ്രോസസ്സറിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നലിനെയാണ് എന്ത് പറയുന്നത്, ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് where an external device can get the attention of the microprocessor. Okay. When the microprocessor receives an interrupt signal, it suspends the currently executing program and jumps to an interrupt service routine to respond to the incoming interrupt. Then these steps, അതായത് നമുക്ക് ഒരു ഇൻട്രപ്റ്റ് occur ചെയ്ത് കഴിയുമ്പോൾ, when an interrupt signal arrives, or the microprocessor receives an interrupt signal, it suspends the currently executing program and jumps to an interrupt service routine to respond to the incoming interrupt. Each interrupt will most probably have its own interrupt service routine. When an interrupt signal arrives, the processor will break its routines, go to different routine, that is interrupt service routine, and complete the interrupt service routine and go back to the regular routine. ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിന്റെ അറ്റൻഷന് വേണ്ടിയിട്ട് അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓർ ദ മൈക്രോ പ്രോസസ്സർ റിസീവ്സ് ആൻ ഇൻട്രപ്റ്റ് സിഗ്നൽ, ഇറ്റ് ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ദ കറന്റ്ലി വർക്കിംഗ് റൂട്ടൈൻ. ഇപ്പൊ ഏത് റൂട്ടൈനാണോ അത് കറന്റ്ലി പ്രോസസ് ചെയ്യുന്നത്, ആ പ്രോസസ്സിന് അത് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഗോ ടു ഡിഫറെന്റ് റൂട്ടൈൻ. ഗോ ടു ഡിഫറെന്റ് റൂട്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻട്രപ്റ്റ് സിഗ്നലിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റൂട്ടൈൻസ് ഉണ്ടായിരിക്കും. അതായത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടൈൻ ഉണ്ടാവും. ആ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടൈൻ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ കംപ്ലീറ്റ് ദ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. എന്ത് ഇൻട്രപ്റ്റ്സ് ആണോ വന്നിരിക്കുന്നത്, റിക്വസ്റ്റ് ആണോ വന്നിരിക്കുന്ന ആ റൂട്ടീൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് ഗോ ബാക്ക് ടു ദ റെഗുലർ റൂട്ടീനിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പം നമുക്കിത് ഇൻട്രപ്റ്റ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. The microprocessor can be interrupted from the normal execution of instructions and asked to execute some other instructions called service routine. The microprocessor returns its operation after completing the service routine. ഇപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്ന 4 steps തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് ഒരു മൈക്രോ പ്രോസസ്സറിൽ ഇൻട്രപ്റ്റ് വന്നു കഴിയുമ്പോൾ, മൈക്രോ പ്രോസസ്സർ ഓപ്പറേഷനകത്ത് ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നോർമൽ എക്സിക്യൂഷൻ ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, ഇറ്റ് എക്സിക്യൂട്ട് ദ അതർ ഇൻസ്ട്രക്ഷൻസ്, സർവീസ് റൂട്ടൈൻ, ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടൈൻസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഏത് ടൈപ്പ് ഇൻട്രപ്റ്റ് ആണോ വന്ന് ആ ഇൻട്രപ്റ്റിനനുസരിച്ചുള്ള സർവീസ് റൂട്ടൈൻസ് ഏതൊക്കെയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഇതിൽ മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഉണ്ട്. നോൺ മാസ്കബിൾ ആണെങ്കിൽ ഇപ്പം നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, പുതിയ റൂട്ടൈൻ ഏതാണോ തന്ന റൂട്ടൈനിലേക്ക്, ഇൻട്രപ്റ്റ് റൂട്ടൈനിലേക്ക് പോകും. മാസ്കബിൾ ആണെങ്കിൽ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻട്രപ്റ്റിനകത്തേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് റെഡി. റെഡി ഈസ് an active high input control signal. It is used by the microprocessor to detect whether a peripheral has completed or is ready to data transfer or not. The main function of this pin is to synchronize slower peripherals to faster microprocessor. അതായത് നമ്മൾ ഒരു എന്താ പറയുക, പെരിഫറൽ റെഡിയാണോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ഡാറ്റ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യാൻ, സിസ്റ്റത്തിനകത്തേക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ റെഡി ആണോ എന്ന് നോക്കാനുള്ള സിഗ്നലാണ് എന്ത് റെഡി എന്ന് പറയുന്ന സിഗ്നൽ. ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ഹൈ ഇൻപുട്ട് കൺട്രോൾ സിഗ്നൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ മൈക്രോപ്രൊസസ്സർ ടു ഡിറ്റക്ട്
whether a peripheral has completed or ready for the data transfer or not. അതായത് ഒരു ഇൻപുട്ട് or ഔട്ട്പുട്ട് ഓപ്പറേഷൻ്റെ കേസിൽ ഇൻപുട്ട് or ഔട്ട്പുട്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ വളരെ സ്പീഡിൽ നോട്ട്സ് പറഞ്ഞു പോവുകയാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ സ്പീഡ് കൂടുമ്പം എൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യണം അല്ലേ. ഇവിടെ മൈക്രോ പ്രോസസ്സർ ഹൈ സ്പീഡിലാണ് ചെയ്യുന്നത്. ആ ഒരു സ്പീഡ് മൈക്രോ പ്രോസസ്സറിൻ്റെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. വളരെ ലോ റേറ്റിലാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ മൈക്രോ പ്രോസസ്സറിൻ്റെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് റെഡി ആയോ, അതായത് നിങ്ങൾ എഴുതാൻ തുടങ്ങിയോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയും എഴുതി കഴിഞ്ഞോ എന്നറിയണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ശരിക്കും സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയും. എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയും, ഇൻട്രപ്റ്റ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം എന്ത് ചെയ്യും, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നുകൂടി സ്ലോ ആയിട്ട് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടുത്ത സെൻറ്റൻസ് പറയാനായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾ റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെ മൈക്രോ പ്രോസസ്സർ, അതായത് നെക്സ്റ്റ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, റെഡി സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്, റെഡി പിന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, the 8085 has a pin called ready. If the signal at this ready pin is low, the microprocessor enters into a wait state. This signal is used primarily to synchronize slower peripherals with the microprocessor. 8085 illadana ready pin. If the signal at this ready pin is low, ready pin സിഗ്നൽ റേറ്റ് അതായത് ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന 0 എന്നാണെങ്കിൽ, ലോ ആണെങ്കിൽ ദ മൈക്രോ പ്രോസസ്സർ എൻറ്റേഴ്സ് ഇൻ ടു എ വെയിറ്റ് സ്റ്റേറ്റ്. മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും, വെയിറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റെഡി ഈസ് എൻ ആക്റ്റീവ് ഹൈ ഇൻപുട്ട് കൺട്രോൾ സിഗ്നലാണ്. ഹൈ ഇൻപുട്ട് കൺട്രോൾ സിഗ്നലാണെന്ന് പറയുമ്പോൾ റെഡി എന്ന് പറയുന്ന ഒരു ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് 1 വാല്യൂ വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ റെഡിയിൽ 0 ആണെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യുന്നു, മൈക്രോ പ്രോസസ്സർ വെയിറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. റെഡി വാല്യൂ 1 ആവുമ്പോൾ അല്ലെങ്കിൽ ഹൈ ആവുന്ന സമയത്ത് മൈക്രോ പ്രോസസ്സർ എന്താവും, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ hold. When the hold pin is activated by an external signal, the microprocessor relinquish control of buses and allows the external peripherals to use them. For example, the hold signal is used in direct memory access data transfer. Hold pin ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ ഒരു ബൈ എൻ എക്സ്റ്റേണൽ, അപ്പോൾ നമ്മൾ പറയുന്നത് എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സിഗ്നൽ വെച്ചാൽ മൈക്രോ പ്രോസസ്സറിൻ്റെ ഹോൾഡ് പിൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും, അതിൻ്റെ കൺട്രോൾ ബസ്സസിൻ്റെ കൺട്രോൾസ് എല്ലാം മറ്റൊരു എക്സ്റ്റേണൽ ഡിവൈസ് പെരിഫറലിന് വേണ്ടിയിട്ട് കൈമാറും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന ഡയറക്റ്റ് മെമ്മറി ആക്സസ് പ്രോസസ്സിനകത്ത് പ്രോസസ്സറിനെ ഇൻക്ലൂഡ് ചെയ്യാതെ ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ പ്രോസസ്സറിൻ്റെ അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം എന്തിന് DMA കൺട്രോളറിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ് മെയിനായിട്ട് 4 ഓപ്പറേഷൻസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, റീസെറ്റ്, ദെൻ സെക്കൻഡ് peripherals, interrupter, then third one ready, and fourth hold. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. കാരണം മൈക്രോ പ്രോസസ്സർ പിൻസ് അതിൻ്റെ കോൺഫിഗറേഷൻ പഠിക്കുന്ന സമയത്ത് ദെൻ അല്ലാണ്ട് ഇൻട്രപ്റ്റ്സ് എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.